രാവിലെ 8 മണിക്ക് ഹിഫ്ളുൽ ഖുർആൻ അധ്യായം 22 സൂറ അൽ ഹജ്ജ് ആയത്ത് 60 പാരായണം ചെയ്യുന്നത് സക്കീർ മൗലവി ഇടത്തനാട്ടുകര. രാവിലെ 8:10 ദിശ എയിംസ് MSc പ്രവേശനം ഇബ്നു അലി ഇടത്തനാട്ടുകര അവതരിപ്പിക്കുന്നു. 8:15 പ്രാർത്ഥനാ പഠനം ദുനിയാവും ദുനിയാവിലെ അവസ്ഥകളും നന്നാവാൻ, അതിൻ്റെ രണ്ടാം ഭാഗം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ അവതരിപ്പിക്കുന്നു. 9:35 അൽ ഉസൂൽ ഖബർ ശിക്ഷ ഖുർആനിന് എതിരോ അവതരിപ്പിക്കുന്നത് അബ്ദുൽ മാലിക് സലഫി. 10:10 അൽ മിമ്പർ ജുമുഅ ഖുത്ബയുടെ പ്രക്ഷേപണം ഹാരിസ് ബിൻ സലീമിൻ്റെ എല്ലാം വിധിയാണ് എന്ന വിഷയമാണ്. 10:40 നുറുങ്ങുകൾ ഒന്ന് എഴുതി നോക്കുന്നോ സലാം സുറുമ രചിച്ച രചനയ്ക്ക് ഇബ്നു അലി ഇടത്തനാട്ടുകര ശബ്ദം നൽകും. 12 മണിക്ക് ഡയലോഗ് ഉമൈമ ബിൻത്ത് ജൗനിയ സംഭവം യാഥാർത്ഥ്യമെന്ത് ഫൈസൽ മൗലവിയാണ് അവതരിപ്പിക്കുന്നത്. 12:50 തിരുനബിയോടൊപ്പം നാം ആരോട് കൂട്ടുകൂടണം അവതരിപ്പിക്കുന്നത് ബാസിൽ കുന്നപ്പള്ളി. ഉച്ചയ്ക്ക് 1 മണിക്ക് കഥ പറയാം ഐക്യമത്യം മഹാബലം അബ്ദുസലാം വീട്ടി അവതരിപ്പിക്കുന്നു. 2 മണിക്ക് ആരോഗ്യ ചിന്തകൾ ഔഷധാഹാരങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സമീർ ബാബു അവതരിപ്പിക്കുന്നു. 2:10 അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു. 2:30 ഫാമിലി ലൈവ് ടെലിക്വിസ് വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവതരിപ്പിക്കുന്നത് അനൂസ് മഞ്ചേരി, അസ്ഫ അസ്ലി, അഷ്മിൽ. 4:10 സമകാലികം. 4:30 ഹൃദയവസന്തം അധ്യായം 4 സൂറ അന്നിസ 70-72 കൂടിയ വചനങ്ങൾ മുഹമ്മദ് കുട്ടി സലഫി ക്ലാസ് എടുക്കുന്നു. 6:05 ഓർമ്മ എന്നെ ഞാനാക്കിയ KM മൗലവി അവതരിപ്പിക്കുന്നവർ നസറുല്ലാ സ്വലാഹി സിഹാജുദ്ദീൻ എടത്തനാട്ടുകര. 6:30 ഇൻസൈറ്റ് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ സലാഹുദ്ദീൻ സലീമാണ് അവതരിപ്പിക്കുന്നത്. വൈകുന്നേരം 7 മണിക്ക് റിയാദു സ്വാലിഹീൻ നല്ല വാക്ക് പറയുക അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വണിയമ്പലം. 7:20 ഖുർആൻ പാഠങ്ങൾ മക്കൾക്ക് നാം മാതൃകയാകുന്നുണ്ടോ സഹൽ അരിപ്ര. 7:35 നേർ രേഖ ഒരു പ്രവാസിയുടെ ദുഃഖം അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻ സലീം. 7:45 ലൈവ് അൽ ഇജാബ സംശയ നിവാരണം. 9 മണിക്ക് അസ്മാ ഉൽ ഹുസ്ന അൽ വിത്തർ അവതരിപ്പിക്കുന്നത് അബ്ദുറഊഫ് അൽ ഹിക്കമി തിരുവനന്തപുരം. രാത്രി 9:25 വോയിസ് ഓഫ് ഹറം മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുത്ബയുടെ മലയാളം പരിഭാഷ കുഞ്ഞ് മുഹമ്മദ് മദനി പറപ്പൂർ ആണ് പങ്കെടുക്കുന്നത്. 9:45 യുഗചരിതം ഹസനുൽ ബസരി ഭാഗം 1 പുസ്തകം സ്വഹാബികളുടെ സഹചാരികൾ ഭാഗം 1 അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി രചിച്ച ഈ രചനയ്ക്ക് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ ശബ്ദം നൽകുന്നു.